അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓ ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓ ചിറയിൽ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓ ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓ ചിറയിൽ ചുറ്റുവിളക്കുണ്ട് മീനാക്ഷിക്കാവുണ്ട് കൽച്ചിറയുണ്ടിവിടെ ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കര നിത്യവും നിന്റെ നാമം ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കര നിത്യവും നിന്റെ നാമം അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓ ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓ ചിറയിൽ അരൂപിയാകിലും ശങ്കരലീലകൾ ഭക്തർക്കുള്ളിൽ കണ്ടിടാം വെള്ളിക്കുന്നും ചുടലക്കാടും വിലാസ നർത്തനരംഗങ്ങൾ ഉടുക്കിലുണരും ഓങ്കാരത്തിൽ ചോടുകൾ ചടുലമയിളകുന്നു സംഹാരതാണ്ഡവമാടുന്ന നേരത്ത് ശൃംഗാര കേളികളാടുന്നു കാമനെ ചുട്ടോരു കണ്ണിൽ കനലല്ല കാമമാണിപ്പോൾ ജ്വലിപ്പതെങ്ങും കുന്നിൻ മകളറിയാതെ ആ ഗംഗയ്ക്ക് ഒളി സേവ ചെയ്യുന്നു മുക്കണ്ണൻ കുന്നിൻ മകളറിയാതെ ആ ഗംഗയ്ക്ക് ഒളി സേവ ചെയ്യുന്നു മുക്കണ്ണൻ ഒളി സേവ ചെയ്യുന്നു മുക്കണ്ണൻ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓ ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓ ചിറയിൽ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓ ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓ ചിറയിൽ Beautiful. Very nice. ആരും പേടിക്കണ്ട, നിങ്ങളുടെ കൂടെയുള്ള ശരത്തേട്ടനാണ് സ്കിറ്റിന്റെ വേഷമിട്ട് വന്നിരിക്കുന്നതാണ്. അല്ലെ വിചാരിച്ചിട്ടുണ്ടാവും ശരത്തേട്ടന്റെ നമ്മുടെ സ്വന്തം മനസ്സിലായി. പിന്നെ ശരത്തേട്ടന്റെ ഫാമിലി മെമ്പേഴ്സ് ആണ് ഈ വന്നിരിക്കുന്നത് അല്ലെ. ഓലക്കിളി എന്ന് പറയുന്ന ടീമാണ് മാവേലിക്കരയിലുള്ള ഓലക്കിളി. ഇതിനു മുമ്പ് പല എപ്പിസോഡിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, ശരത്തേട്ടന്റെ കാര്യങ്ങൾ അറിയായിരിക്കും. അതായത് ഈ കുരുത്തോല കൊണ്ട് നന്നായിട്ട് അല്ലെ നിങ്ങള് ഓരോരോ കാര്യങ്ങൾ ചെയ്യും. ശബരിമലയിൽ ചെയ്തത് നിങ്ങളായിരുന്നു. ആ ടീമാണ് ഇപ്പൊ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു, ബ്യൂട്ടിഫുൾ. അത് മാത്രമല്ല, ഞങ്ങൾ എപ്പോഴും ഇവിടുത്തെ ഗ്രാഫിക്സ് ഡിപ്പാർട്ട്മെന്റ് ഈ സെറ്റ് ഒക്കെ പറയും, പക്ഷെ ഇത് നിങ്ങൾ ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ വെച്ചാന്ന് പറഞ്ഞപ്പോൾ അതിലേറെ സന്തോഷമുണ്ട്. ഭയങ്കര രസമുണ്ട്. ആദ്യത്തെ ലൈറ്റിംഗിൽ തന്നെ ഗംഭീരമായിരുന്നു കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ചെറിയൊരു വർക്ക് മാത്രമാണ് ഇപ്പം ഇവിടെ നമ്മള്. ചെറുതോ? ശരിയാ, ശബരിമലയിലൊക്കെ പണി ചെയ്ത എന്തോ ആ സെന്ററിൽ പാട്ട് പാടിയ സുഗുവിനെ പരിചയമുണ്ടോ? സുഗു സുഭാഷ് ആണ് ഒഫീഷ്യൽ നെയിം. എല്ലാരും തന്നെ സുഗു എന്നാണ് വിളിക്കുന്നത്. സുഗുവിന്റെ സംഭവം അറിയോ? ഇല്ല. സുഗു ഗൾഫിലായിരുന്നു. സുഗു നമ്മുടെ ഉല്ലാസന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഏ അതെ,
അങ്ങനെ സുഖു യമനിലായിരുന്നു ഫാമിലി ആയിട്ട്. അതെ. അങ്ങനെ സുഖു ഇവിടുന്ന് പിന്നെ ട്രൂപ്പിനെ കൊണ്ടുപോയി പ്രോഗ്രാമിന് യമനിൽ ഉല്ലാസം എന്നൊക്കെ. ഉല്ലാസം അനീഷ് ബാല് കുറെ ആർട്ടിസ്റ്റുകളായിരുന്നു നമ്മുടെ അവിടെ ചെന്ന് യമനിലെ പരിപാടിയൊക്കെ ചെയ്ത്. അപ്പൊ ഞാൻ സുഖുവിനെ കണ്ടപ്പോ സുഖുനെ പോയി അളിയാ എന്നെ മാത്രം നീ വിളിച്ചില്ല, ഇവരെല്ലാരും യമനിൽ കൂടെ യമനിലെ പരിപാടി. അപ്പൊ സുഖ അളിയ അടുത്ത വർഷം ഉണ്ട്, അടുത്ത വർഷം അളിയനെ വെച്ചിട്ട് ഫിക്സ് ചെയ്തു. അളിയന് ഉല്ലാസം എന്തായാലും അടുത്ത വർഷം കാണും. അന്നാണ് യമനിലെ തീവ്രവാദികൾ സംഭവം സത്യം ഞാനിപ്പോ ഒരു 8ഓളം സിനിമകൾ കഴിഞ്ഞു. പിന്നെ സ്വന്തമായിട്ടൊരു ട്രൂപ്പുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ചെയ്ത സിനിമ ജീവൻ എന്ന് പറയും. അതിന് ക്രിട്ടിക്സ് അവാർഡ് ഉണ്ട്. അത് ഒരു ക്രിട്ടിക്സ് അവാർഡ് മീൻസ് പടം കണ്ടന്റ് അവാർഡ് സിനിമയൊന്നും അല്ല, കൊമേഴ്സ്യൽ സിനിമ തന്നെയാണ്. പക്ഷേ അതിൽ നല്ലൊരു വേഷം ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രൈസ് എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു ട്രൂപ്പുണ്ട്, 7th ബീറ്റ് പത്തനംതിട്ട. ഞങ്ങൾ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. ഞങ്ങൾ ഈ ഓലക്കിളി ടീം അങ്ങനെ പോയിട്ട് എല്ലാവരും ഞങ്ങളങ്ങനെ വളരെ വിജയകരമായി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അടിപൊളി. നമ്മളുടെ ഈ ഒരു ഫ്ലോറിൽ വരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നോബി, അതുപോലെ കുട്ടികൾ എല്ലാവരും ഉണ്ടല്ലോ. സുഭാഷേട്ടാ, നമുക്ക് ഇവരൊക്കെ ഒന്ന് പരിചയപ്പെട്ടാൽ കൊള്ളാം, പേരൊക്കെ അറിയണം. നമുക്ക് എന്റെ പേര് ശ്രീജിത്ത്, മാവേലിക്കരയാണ് സ്ഥലം. ചേട്ടാ പേരെന്നാ? എന്റെ പേര് അജീഷ് എന്നാണ്, കുട്ടനാട് കാവാലത്താണ് എന്റെ വീട്. അടിപൊളി. ഓക്കെ. എന്റെ പേര് രതീഷ്, അടൂരാണ് സ്ഥലം. അടൂര്. ഓക്കെ. എന്റെ പേര് വിനേഷ്, മാവേലിക്കരയാണ് സ്ഥലം. ഓക്കെ. എന്റെ പേര് ആര്യൻ എന്നാണ്, മാവേലിക്കര തന്നെയാണ് സ്ഥലം. എന്റെ പേര് അഖിൽദാസ്, വീട് മാവേലിക്കര. എന്റെ പേര് രാജേഷ്, എന്റെ വീട് തിരുവല്ലയാണ്. ശ്രീജിത്തിന്റെ അളിയനാണ്. അങ്ങനെ ഒരു ബന്ധം കൂടിയുണ്ട്. അടിപൊളി. അതുപോലെ ശ്രീജിത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോക്ലാർ യുവപ്രതിഭ അവാർഡ് മേടിച്ച ആൾ കൂടിയാണ് ശ്രീജിത്ത്. ഓലയിൽ മാത്രം ഈ കൈവേല കാണിക്കാന്നുള്ളതല്ല ശ്രീജിത്തിന്റെ ഒരു പ്രതിഭ. ശരിക്കും അദ്ദേഹം ചിരട്ടയിൽ പല പല കാര്യങ്ങളും ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ വളരെ ഭയങ്കര രസകരമാണ് കാണാനായിട്ട്. ആണ്. ഇവിടെ എല്ലാരും വരുമ്പോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കൊണ്ടുവരാറുണ്ട്. പക്ഷെ ഞങ്ങള് എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത്, ശരത്തേട്ട അറിയാലോ, ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് എല്ലാ എപ്പിസോഡും പറയുന്നുണ്ട്. ശ്വേത ചേച്ചിക്ക് കിട്ടി, പക്രു ചേട്ടന് കിട്ടി, ഇത്തവണയെങ്കിലും നമുക്ക് കിട്ടും. ഇത്തവണ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സൂപ്പർ ആയിട്ടുള്ള ഗിഫ്റ്റ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ, എന്നാ ഞങ്ങൾക്ക് വേണം, പ്ലീസ് ഞങ്ങൾക്ക് തരാമോ? ഉറപ്പായിട്ടും. ശ്വേത ചേച്ചിക്ക് ഉണ്ടോ ഇത്തവണ? തീർച്ചയായും ഉണ്ട്. ശ്വേത ചേച്ചിക്ക് ഉണ്ട്. Beautiful. Thank you. റോസ് ബൊക്കെ അല്ലേ? ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ് അതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇതാരാ ചെയ്തത്? നിങ്ങളുടെ കൂട്ടത്തിൽ ഇതാരാ ചെയ്തത്? ശ്രീതാണ് ചെയ്തത്. ഇങ്ങനെ ഓരോരുത്തരും ഓരോ ഇതില് സ്പെഷ്യൽ ആൾക്കാരാണ്. എത്ര സമയം എടുക്കും സുഖം? എത്ര സമയം എടുക്കും? ഒരു നമ്മളിപ്പോ അത് ഓരോ വർക്കിന്റെ വലുപ്പം അനുസരിച്ചിരിക്കും. അപ്പം നമ്മൾ ഇത് ഇങ്ങനെ തീർക്കേണ്ടതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ രാത്രി ഒരു 8 മണിക്ക് തുടങ്ങി നട തുറക്കുന്നത് വെളുപ്പിന് ഒരു 4:30 അത് വലിയ വർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെമ്പേഴ്സിനെ കൂട്ടുക എന്നുള്ളേ ഉള്ളൂ അതിനൊരു ഓപ്ഷൻ. അല്ലാതെ അതിനൊരു മാർഗ്ഗമില്ലല്ലോ. അല്ലെങ്കിൽ ഇത് വാടാൻ പാടില്ല. പക്ഷെ ഇത് ഉണങ്ങിയാലും കാണാൻ വളരെ മനോഹരമാണ്. അപ്പം ഇതിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു ഇതിലേക്ക് വരും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഞാനിങ്ങനെ സംസാരിച്ച കൂടുതൽ വേറെ രസം പറഞ്ഞപ്പം ശ്വേതേച്ചയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പം ശ്രീജിത്ത് പറയുന്നത് നമുക്ക് ശ്വേതേച്ച വേണമെങ്കിലും നമുക്ക് ഇതിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഫിഗർ അത് കാണണമെങ്കിൽ കുറച്ച് ജാസ്തി വേണുണ്ടാവല്ലോ. ശ്വേത ചേച്ചിയുടെ ബൊക്കെ കിട്ടി. ഇനി ഞങ്ങൾക്കുള്ള സാധനം എവിടെയാണോ? എന്റെ ചേട്ടാ, എനിക്ക് തരാനായിരുന്നോ? അല്ലല്ല, എലീനക്ക് കൊടുക്കണമെന്ന് ചേട്ടൻ നിർബന്ധമായിരുന്നു. ചേട്ടൻ നേരത്തെ വാങ്ങി വെച്ചിരുന്നു. എന്നിട്ട് മറ്റേ എലീനക്ക് ചിരി. ഓ, നാളെ കണ്ട പോത്തെ വൈഫിന് ചീത്ത അറിയോ? ഇല്ലില്ല, എനിക്ക് തന്നു പറഞ്ഞിട്ട്. സൂപ്പർ. എന്നാലും ഇഷ്ടപ്പെട്ടു. വായോ. ചെല്ല് മോളെ, ചെല്ലു മോളെ. താങ്ക് യു ചേട്ടാ. അക്കി ചെല്ലു മോനെ. താങ്ക് യു. നവി മോനെ ചെല്ല്. താങ്ക് യു. എനിക്ക് വള്ളി തൊങ്ങലൊന്നും ഇല്ലല്ലോ. ശരിയാണല്ലോ. അതെന്തുപറ്റി? അല്ലല്ല, അണ്ണനെ ഒരു വള്ളിയാണെന്ന് അറിയാം. അതാണ് അണ്ണൻ വള്ളി വെച്ചത്. ആരോ വള്ളികൾക്ക് വള്ളി കൊടുത്തു? വള്ളി ഇല്ലാത്തവർക്ക് വള്ളി ഇല്ലാത്തവർ. വള്ളി കെട്ടി വന്നിക്ക് വന്നാണ്.
ഇൻസ്പെക്ടർ സാറിന് ചാർജ് എടുക്കാനുള്ള ടൈം ആയിരിക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് പറയുന്നു? റെഡിയാണ്. ഇവരാരും ലൈവായിട്ട് ശരത്തേട്ടന്റെ സ്കിറ്റ് കണ്ടിട്ടുണ്ടാവില്ലല്ലോ. അതാണ് ഇപ്പൊ ശരിക്കും ഞങ്ങളെ ഓല പന്ത് റെഡി ആക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. എറിയാൻ. കിറ്റ് തന്നായില്ലെങ്കിൽ വീട് വരെ എറിയാനായിട്ട്. നോക്കാം. എന്തായാലും അല്ല, ഒരു കാര്യം ചെയ്യും, ഓലപ്പന്ത് റെഡിയാക്കി നിങ്ങൾ വെച്ചോ. ശരത്തേട്ടന്റെ പെർഫോമൻസ് നമുക്കൊന്ന് കാണാം, എന്നിട്ട് എറിയണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും അത് മോശമാകത്തില്ല. കാരണം ഞങ്ങളുടെ ടീമിൽ നിന്ന് വന്നതായതുകൊണ്ട് അതെ, ശരത്ത് ഒരിക്കലും മോശമാവില്ല. അറിയാലോ, നമ്മൾ ഇവിടുന്ന് ചിരിച്ചു കൊടുത്തുന്ന സപ്പോർട്ടിനനുസരിച്ചായിരിക്കും ഇവിടെ ബാറ്ററി ചാർജ് ആവുക. ആ ചാർജ് ആയ ബാറ്ററിയിൽ നിന്ന് ഇവർക്ക് പണം നേടാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ചാർജ് എടുക്കാനായി നമ്മുടെ ശരത്തേട്ടൻ റെഡിയാണ് എങ്കിൽ നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാം. ബാറ്ററി ഓൺ ആയിക്കോളൂ. യെസ്, ബാറ്ററി ഓൺ ആയിരിക്കാണ്. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കാമോ? നിങ്ങൾ ആ 2 വഴി അങ്ങ് ബ്ലോക്ക് ചെയ്യും. ആ വണ്ടി കടന്നു പോയതിനു ശേഷം മറ്റു വണ്ടികൾ കടന്നു പോയാൽ മതി. ഓക്കെ? ഇല്ലെങ്കിൽ എന്റെ ജോലി പോകുന്ന കേസാ ഇത് കേട്ടോ. വെക്ക് 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 വെക്ക്. സാറേ മന്ത്രി വല്ലതും വരുന്നുണ്ടോ സാറേ? അയ്യോ, മന്ത്രി വരുന്നൊന്നും അല്ല. എടാ, എന്റെ പെണ്ണുമ്പോൾ അവള് റോഡി വണ്ടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സാറിന് പെണ്ണുപിള്ളയുടെ അത്രയ്ക്ക് സ്നേഹമാണല്ലേ? സ്നേഹമൊന്നും ഉണ്ടായിട്ടല്ല, നാട്ടുകാരോട് സ്നേഹം ഉണ്ടായിട്ടാ. അവളെന്ന് വണ്ടി കൊണ്ടുപോയാലും ആരെയൊക്കെ കൊണ്ടിട്ടിടി. എന്നാ പിന്നെ സാറിന് പറഞ്ഞുകൂടെ മേടത്തോട് റോഡിൽ ഇറങ്ങണ്ടെന്ന്? എടാ, അവളോടത് പറയാൻ പറ്റത്തില്ല. ഞാൻ 1 പറഞ്ഞാൽ അവള് 2 പറയും. സാർ എന്നാ 2 പറയണം. ഞാൻ 2 പറഞ്ഞാൽ അവള് 2 പറയും. എന്നാ സാർ 4 പറ. എടാ, ഞാൻ 4 പറഞ്ഞാൽ അവള് 2 പറയും. എന്നാ സാറേ? അവിടെ ലക്കി നമ്പർ 2 ആണെന്ന്. അത് മാത്രമല്ല, ഞാൻ 1ഉം 2ഉം പറഞ്ഞാൽ അന്ന് ഞങ്ങൾ തല്ലായിരിക്കും. ഞങ്ങളവിടെ നേരെ തിരിച്ചാ. എന്തോ തല്ല് കഴിഞ്ഞിട്ടാ 1ഉം 2ഉം തന്നെ അങ്ങ് പോകും. അത് പോട്ടെ, നീ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. കല്യാണം കഴിക്കാത്ത പയ്യന്മാരും പ്രൈവറ്റ് ബസ്സും ഒരുപോലെ ആയിരിക്കും. അതെന്നാ സാറേ? ഇവന്മാരെ എല്ലാ വഴി കൂടെ ഓടുകയും ചെയ്യും, ഒടിഞ്ഞ സ്പീഡും ആയിരിക്കും. അപ്പൊ കല്യാണം കഴിഞ്ഞവരോ? KSRTC പോലെ ആയിരിക്കും. അതെന്നാ? ചുമ്മാ അവിടെ എവിടെ കിടന്ന് ഓടുവാ. സാറ് പറഞ്ഞത് കറക്റ്റാ. ഒരു കാര്യം ചെയ്യും, 2000 രൂപ നീ പെറ്റി അടച്ചിട്ട് പോയാൽ മതി. എന്തിന്? നിന്റെ ഡയലോഗിന് മുടിഞ്ഞ സ്പീഡാ. ഞാൻ സ്പീഡ് കണ്ടാൽ അപ്പ പെറ്റി അടിക്കും. അത് പോട്ടെ, നീ ഇപ്പൊ എന്തിനാ വന്നത്? എനിക്ക് ഹെഡ്സെറ്റ് വേണം സാറേ. എടാ, അതിപ്പോ ഞാൻ നിനക്ക് തന്നു കഴിയാൽ ഞാൻ എന്ത് വെച്ച് പാട്ട് കേൾക്കും? സാറേ ഹെഡ്സെറ്റ് അല്ല, എച്ച് വേണമെന്ന്. എടാ, അത് ഗ്രൗണ്ടിലല്ലേ? അപ്പൊ ABCDക്കകത്തില്ലേ? ഉണ്ടായിരുന്നടാ, ഉണ്ട്. അത് പിണങ്ങി ഗ്രൗണ്ടിൽ പോയി കിടക്കുക. ഞാൻ പറഞ്ഞു വന്നത്. എടാ, ഞാൻ ആരാന്ന് നിനക്കറിയാവോ? എടാ, പന്തളം ട്രാഫിക്, അടൂര് ട്രാഫിക് ഒക്കെ ഉണ്ടല്ലോ, ഞാൻ പറയാതെ അനങ്ങത്തില്ല. അതെന്നാ സാറാന്ന് അവിടെ പോയി കെടുകയും കത്തുകയും ചെയ്യുന്നത്? അയ്യോ, അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അത്ര സ്ട്രിക്റ്റ് ഓഫീസറാണെന്നാ ഞാൻ പറഞ്ഞത്. അതുപോട്ടെ, നീ ഇപ്പൊ എന്തിനാ വന്നെന്ന് പറഞ്ഞത്? സാറേ ഞാൻ പറഞ്ഞോ, എന്തിനാ വന്ന് പറഞ്ഞോ, നീ പറയടാ. ഞാൻ ലൈസൻസിന്റെ ആവശ്യത്തിന് നീ പേടിക്കണ്ട, പറഞ്ഞോ. ഞാൻ ലൈസൻസിന്റെ ആവശ്യത്തിന് വന്നില്ല. ലൈസൻസിന്റെ ആവശ്യത്തിന് വന്നില്ല. അതുപോട്ടെ, പ്രൂഫ് കൊണ്ടുവന്നിട്ടുണ്ടോ? സാറേ ഞാനിപ്പോ അത് എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ളവർ നനയത്തില്ല. ഒന്നാമത് മഴയല്ലേ. എന്തോ റൂഫ്? റൂഫ് അല്ലടാ. നിനക്ക് ഐഡിയ ഉണ്ടോ? ഉണ്ട്. പറ. അച്ഛനെ പറഞ്ഞോ, നീ പറഞ്ഞേ, പേടിക്കണ്ട, എന്നെ പേടിയില്ല സാർ. അച്ഛനെ കണ്ണു കെട്ടി കാശി കൊണ്ടുവിടണമെന്ന് ഒരു ചെറിയൊരു ഐഡിയ ഉണ്ട്. എടാ, നിന്റെ ആ പുഴുങ്ങിയ ഐഡിയയുടെ കാര്യമല്ലേ കോച്ചേ? എടാ, എനിക്ക് നിന്നെ തിരിച്ചറിയാൻ എന്തെങ്കിലും ഉണ്ടോ? അത് സാറിന്റെ കയ്യിലുണ്ടല്ലോ. എന്തുകൊണ്ട്? 2 കണ്ണ്. ഇറങ്ങടാ, ഇവിടെ ഇറങ്ങ. എടാ, ഒന്നാമതേ ഞാൻ പ്രഷർ കയറി നിൽക്കുക കേട്ടോ. ഞാൻ എപ്പോ പൊട്ടിത്തെറിക്കുമെന്ന് എനിക്ക് പോലും പറയാൻ പറ്റത്തില്ല. പ്രഷർ കയറി പൊട്ടിത്തെറിക്കുക സാർ എന്തോന്നാ പ്രഷർ കുക്കറോ? പ്രഷർ കുക്കറോ? ഇപ്പൊ പറയാം ഇവിടെ കാരണം. ഞാൻ ഈ ഫ്ലോറിലോട്ട് കയറി വന്നപ്പോഴേ അഖിലെണ്ണം പറഞ്ഞ് ഇത് ഫ്ലോറിൽ പറഞ്ഞാൽ മതി, ഏക്കും ഗ്ലിസറിൻ കൗണ്ടറാണ്. ഗ്ലിസറിൻ കൗണ്ടർ? ആ, ചിരിച്ച് 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 കരയൂന്ന്. എടാ, ഇല്ലിരിക്കുന്ന പുള്ളിക്കാരനെന്ന് പറഞ്ഞേ. എടാ, ഇമാതിരി സാധനം പറയുന്നതുകൊണ്ടാണ് പുള്ളിയെ കുട്ടിയകിൽ എന്ന് പറയപ്പെടുന്നത്. അത് പോട്ടെ, നീ ഇപ്പൊ ലൈസൻസിന് വന്നതല്ലേ? അതെ അതെ. ഒരു കാര്യം ചെയ്യും, നിന്റെ പേര് പറ. പന്തളത്ത് നിന്ന് മാന്തുക മോനായി. അപ്പൊ ഞാൻ പന്തളത്ത് പോയി ചൊറിഞ്ഞാൽ എന്തോ മോളാകും? അങ്ങനല്ല, പന്തളത്ത് മാന്തുക മോനായി, അതാ എന്റെ പേര്. ഓക്കെ, മോനയുടെ വീട്ടിലെ ഡ്രസ് പറ. വെള്ളമുണ്ടും ഒറ്റത്തോർത്തും. എന്തോന്ന്? വീട്ടിലെ ഡ്രസ്. വീട്ടിലെ ഡ്രസ് അല്ലടാ ഞാൻ പറഞ്ഞത്. എടാ, നിനക്ക് വീടുണ്ടോ? ഉണ്ട്. ആ വീടിനെ പറ്റി പറയാനാ ഞാൻ പറഞ്ഞത്. പണിപ്പുറയിലാണ് സാറേ എന്റെ വീട്. നീ ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് ഉറച്ചു നിൽക്കും. ആദ്യം പറയൂ നിനക്ക് വീടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ നീ പറയുന്നു അത് പൊളിക്കാൻ പോവാണെന്ന് പറയുന്നു. അതല്ലെന്ന്. പിന്നെ പണിപ്പുര വീട്, അതാണ് എന്റെ വീട്ടുപേരെന്നാ പറഞ്ഞത്. ഓ, വീട്ടുപേര്. അപ്പൊ നിനക്ക് ലൈസൻസ് വേണം. ഇപ്പൊ കിട്ടിയ ഞാൻ അപ്പൊ കൊണ്ടുപോകും സാർ. തോണ്ടിയിലെ മൂലക്കിരിക്കുന്നുണ്ടോ? അതിലേതാ സാറേ? എടുത്തോണ്ട് പോകും. അങ്ങനെ ലൈസൻസ് തരാൻ പറ്റത്തൊന്നുമില്ല. അങ്ങനെ പറയല്ലേ സാറേ, അങ്ങനെ പറയല്ലേ. ഇതിനകത്ത് എന്തോ സാറിന് അറിയോ? എന്തുവാടാ? ഇതിനകത്ത് എന്റെ കലയാണ്. കലയല്ല, പിന്നെ ഖബമായിരിക്കും. അതല്ല, ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ കല ഇതിന്റെ അകത്താണ് ഇരിക്കുന്നത്. പ്രണയമൊക്കെ ഉണ്ടോ? ഉണ്ട്. പറ കേക്കട്ടെ. അവക്ക് ലീവ് ഇല്ലാത്തോണ്ട് ലോൺ വേണമെന്ന് പറഞ്ഞു എടുത്തു കൊടുത്തു. വേണ്ടെന്ന് പറഞ്ഞു. ലോൺ വേണ്ടെന്ന് പറഞ്ഞോ? അല്ല, എന്നെ വേണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായില്ല. അവൾ എന്റെ അടുത്ത് പറഞ്ഞു ലീവ് ലോൺ ഞാൻ എടുത്ത് കൊടുക്കണ്ടേ? എടാ, പോടാ കിഴക്കായിരുന്നു. അവൾ അങ്ങനെ അങ്ങോട്ടാ പറഞ്ഞു.
പറഞ്ഞത്. എടാ, അവക്ക് നിന്നെ വേണ്ടെന്നല്ലോടാ പറഞ്ഞത്. അതെനിക്ക് മനസ്സിലായി. ഇപ്പൊ അതിനു വേണ്ടിയാണ് ആ ലോൺ അടയ്ക്കാൻ എനിക്കൊരു ജോലി വേണം, അതിനാണ് ലൈസൻസ്. ഓക്കെ, ഒരു കാര്യം ചെയ്ത് നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയാമോ? പിന്നെ എനിക്കറിയാം, ഞാൻ കണ്ണും പൂട്ടി വണ്ടി ഓടിക്കുമല്ലോ. ലൈസൻസ് തരത്തില്ല മോനെ, ലൈസൻസ് തരത്തില്ല. എടാ, കണ്ണും പൂട്ടി വണ്ടി ഓടിക്കുന്നവർക്ക് ഞങ്ങൾ ലൈസൻസ് കൊടുക്കാറില്ല. ഞാൻ അതല്ല, പിന്നെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാ. ഉദാഹരണം അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയാം. പറ സാറേ. നീ ഒരു വണ്ടിയിൽ 100-200 സ്പീഡിൽ പോകുന്നു. പെട്ടെന്ന് നിന്റെ മുമ്പിൽ ഒരു ആരോ കണ്ടു, നീ എന്ത് ചെയ്യും? ആര് കണ്ട എനിക്കെന്ത്? എന്റെ വണ്ടി, എന്റെ ലൈസൻസ് ഞാൻ വെച്ച് കീറും. അതല്ലടാ ഞാൻ പറഞ്ഞത്. ആരോ എന്ന് പറഞ്ഞ ബോർഡ് കണ്ടു എന്നാ പറഞ്ഞത്. ഒരു കാര്യം ചെയ്യും, പോട്ടെ. ഈ സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? മനസ്സിലായി. സാറിന് ബ്രേക്ക് ഡാൻസ് അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. ഇതിനെക്കാട്ടിൽ കീച്ച സാധനം എന്റെ ഉണ്ട് സാറേ, നോക്കാണ്ടേ. അതല്ലടാ ഇത് പുറകിൽ നിന്ന് വരുന്ന വണ്ടി പതുക്കെ വരാൻ എന്ന് പറയുന്ന സിഗ്നലാണ്. അത് പോട്ടെ, ഈ സിഗ്നൽ ഇതെന്തിനെ സൂചിപ്പിക്കുന്നു? ഇത് കുറച്ച് സിമ്പിൾ ആയി പോയി സാറേ, ഇച്ചിരി ടഫ് ആയിട്ടുള്ള പറയാം. പിന്നെ ബാക്കി മുമ്പേ പറഞ്ഞാലും ഭയങ്കര ടഫാണല്ലോ. മിതമായ നിരക്കിൽ മുള്ളുവേലി ഇട്ട് കൊടുക്കപ്പെടും. മുള്ളുവേലിയോ? അതല്ലടാ, റെയിൽവേയുടെ സിഗ്നലാണോ ഇത്? അങ്ങനെ കൊണ്ടോ? അവസാന പട്ടി ഞാൻ നിന്നോട് ചോദിച്ചു. ഈ സിഗ്നൽ എന്തോത്തിനുള്ളതാ? ഒരാക്ക്. ഞാൻ ഇത്രയും പറഞ്ഞു തെറ്റിച്ചതിന് സാർ എന്നെ പ്രാവം ഇറങ്ങടാ, ഞാൻ പോയേക്കാം. നീ എവിടെ പോന്ന? സാറില്ലേ പറഞ്ഞു പോവാൻ? അപ്പൊ ഇതിന്റെ ക്ലൈമാക്സ് അടിക്കണ്ടായി. ഇതിന്റെ ക്ലൈമാക്സ് സാറാണോ MVD? അതെ. സാറാണോ വണ്ടി തടഞ്ഞു നിർത്തുന്നേ? അതെ. അപ്പൊ സാറ് തന്നെ ഈ സ്കിറ്റ് അങ്ങ് പറഞ്ഞങ്ങ് നിർത്ത്. അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ സ്റ്റോപ്പ്. പന്ത് കൊണ്ടുവന്നവരൊക്കെ ഇപ്പൊ എവിടെയാണോ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. സ്വന്തമായിട്ട് ഇങ്ങനെ എല്ലാം റീലുണ്ട്. എല്ലാം ഞങ്ങൾ റെഡിയാക്കി വെച്ചിരുന്ന, പക്ഷെ ഇനിയിപ്പോ എറിയേണ്ട കാര്യമില്ല. അമ്മ പൊളിച്ചില്ലേ, അടിപൊളിയായിരുന്നു, സൂപ്പർ. ജസ്റ്റ് മിസ്. ഇത് മാത്രമല്ല, ഇതിന്റെ മടലും ഉണ്ട് വെളിയിൽ. ഗംഭീരമായിരുന്നേ. ചില സാധനമൊക്കെ കയ്യിൽ നിന്നിട്ട് കളിച്ചിട്ടേ നമ്മൾ അതിനാണ് ഏറ്റവും കൂടുതൽ ചിരിച്ചത്. ആണോ അല്ലയോ? ശരത്തിന്റെ ഒരു സ്റ്റേജ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് മൈൻഡ് ആണ്. ആ ഒരു നിമിഷത്തിൽ നമ്മൾ എത്ര തെറ്റ് ചെയ്താൽ പക്ഷെ നമ്മൾ എങ്ങനെ കവറപ്പ് ചെയ്യുന്നത്, അത് സൂപ്പറായിട്ട് ശരത്ത് ചെയ്തു. ബിക്കോസ് ലാഗ് തോന്നിയില്ല. അപ്പൊ സൂപ്പർ, നല്ല എനർജി ഉണ്ടായിരുന്നു, നല്ലൊരു ആശയമായിരുന്നു. സൂപ്പർ. അല്ല, നല്ലതായിരുന്നു സംഭവം. നമ്മൾ കേൾക്കാത്ത കുറെ സംഭവങ്ങളായിരുന്നു. അതെ. ക്ലൈമാക്സ് പഞ്ച് ഉഗ്രൻ, ഒരു മനുഷ്യൻ പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ്. അടിപൊളിയായിരുന്നു. രണ്ടുപേരും സൂപ്പറായിരുന്നു. ഷൈനും അടിപൊളിയായിരുന്നു. ഷൈനൊക്കെ എപ്പോഴും കാണുമ്പോ തോന്നാ നമ്മുടെ നാട്ടിലൊക്കെ ഒരു തലതെറിച്ചൊരു ചെറുക്ക ഉണ്ടാവൂലേ, എനിക്ക് അതേപോലെ അവ സ്കിറ്റും കളിക്ക. അങ്ങനെ ഒരു ചെറുക്ക ഇവിടെ വീട്ടിലുണ്ട്, പേര് രാഹുൽ. ശരി, അപ്പൊ എന്തായാലും ചേച്ചി ഇത്രയും ഹാപ്പിനെസ് ഒക്കെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയിൽ ബാറ്ററി ചാർജ് ആണ് നമുക്ക് അറിയാം. അല്ല, സംഭവം എന്ന് പറഞ്ഞാൽ ഓലക്കിളിക്ക് ഇന്ന് പൊളിക്കാനുള്ള പൈസ കൊണ്ട് നോക്കണം. ഓലക്കിളി ആൾക്കാർ അപ്പൊ പകുതിയാക്കാനും പറ്റൂല. അതെ. നോക്കാം അല്ലേ? എത്ര പ്രതീക്ഷിക്കുന്നു? വേറൊന്നുമില്ല, കിട്ടുന്നത് മേടിച്ചോണ്ട് പോകും. അവരവിടെ ഇപ്പൊ ഉണ്ട് കേട്ടോ. ഇപ്പൊ പന്തേറ് വരുന്ന കണ്ടോളാം. ശരി, അപ്പൊ അത് മൊത്തം ഞങ്ങൾക്ക് കയറാനേ കാണത്തുള്ളൂ. നോക്കാം, നമുക്ക് നോക്കാം. ബാറ്ററി നോക്കാം. പണമൊഴുകണ കടി പറന്നിറങ്ങേണ്ട ചുരി ചുരി പല ചുരി താളത്തിൽ ഞാൻ ഈ 40 ഇത് എപ്പം തീർക്കാ ഇത്? സുഖം ഒറ്റ മണിക്കൂർ സത്യം പറഞ്ഞ പ്രതീക്ഷിച്ചില്ല. എന്താ തോന്നുന്നു ഷൈൻ? എന്താ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കുറയ്ക്കണോ? വേണ്ട. എന്നാലും ഗ്രേറ്റ് അല്ലെ. 40,000 റുപ്പീസ് ആണ് അക്കൗണ്ടിലേക്ക്. അതെ, തുടക്കത്തിലാണ്. അടുത്ത 50 പിടിക്കാം. ഇതിന്റെ പകുതി സത്യം പറയാ രതീഷ് ചേട്ടനോട് അവകാശപ്പെട്ട കാരണം എന്തറിയോ, ഞങ്ങളുടെ ചേട്ടന്റെ വീട്ടിൽ ഇരുന്ന സ്കിറ്റുകളൊക്കെ ചേട്ടന്റെ വീട്ടിൽ ഇരുന്ന സ്കിറ്റ് എഴുതുന്നല്ല. അപ്പം ചേട്ടൻ ഭയങ്കര സഹായം എന്ന് വെച്ചാൽ ചോറ് വെച്ച് തരും, കറി വെച്ച് തരും. എന്താ പറയാ, ഞങ്ങള് ഭയങ്കരമായിട്ടും ചോറും കറിയൊന്നും ഓലക്കല്ലല്ലോ ഉണ്ടാക്കി തരണം. അല്ല, മുന്നോട്ട് വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു. ബാങ്ക് ഓഫ് ബോംബെ ആ 40,000 റുപ്പീസ് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. ഇന്ന് അടിച്ച് പൊളിക്കാണല്ലോ എല്ലാവർക്കും കൂടെ. യെസ്.
ക്രെഡിറ്റ്സ് ആയിരിക്കാണ്. അപ്പൊ അടുത്ത അവിടെ വരുമ്പോ നമുക്ക് 50,000 എങ്കിലും നേടണം. അതിൽ 10 എനിക്ക്, ബാക്കി നിങ്ങൾ കൊണ്ടുവെക്കും. ഡീലാണേ. ചേക്കാൻ കൊടുത്തിരിക്കുകയാണ് പ്രേക്ഷകര്. ഇതാ തെളിവ് സഹിത ഡീൽ അവിടെ ഓക്കെ ആക്കി. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റർ. താങ്ക് യു. ഇന്ന് നമ്മളെല്ലാരും ഭയങ്കര പവർഫുൾ ആയിട്ടിരിക്കണം, ഭയങ്കര എനർജി വേണം. കാരണം ഇവർ ആദ്യമായിട്ടാണ് ഈ ഫ്ലോറിൽ വരുന്നെങ്കിലും ഇവർ ഭയങ്കര എനർജി പാക്ഡ് ആയിട്ടുള്ള മനുഷ്യരാണ്. അതുകൊണ്ട് ചേച്ചി ഭയങ്കര എനർജി വേണം. റെഡിയല്ലേ? എനിക്ക് ഭയങ്കര എനർജി. പേടിപ്പിക്കണോ? അല്ല, ഞാൻ എനർജി തീരാൻ വേണ്ടി അങ്ങോട്ട് തന്നതാ. പിന്നെ എനർജി ഉണ്ടടാ. ഇതാരിത്? നിങ്ങൾ റെഡിയല്ലേ? എനിക്ക് ആ വൈബ് കിട്ടുന്നില്ല, വൈബ് മാച്ച് ആവുന്നില്ല. നാട്ടുകുട്ടൻ നിങ്ങൾ റെഡിയല്ലേ? ഇനി ഇവിടെ കണ്ടോ ചിരിക്കൂട്ടം, നിങ്ങൾ റെഡിയല്ലേ? അത് റെഡിയാവണ്ട ഒരു കാര്യം. നമ്മൾ ഇന്ന് ഇവിടെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വൈക്കം മനോജ് ചേട്ടൻ ആൻഡ് ശാലിം ചേട്ടൻ. ചേട്ടനാണോ? അല്ലല്ല, ഇത് ചേട്ടനാണ്. ഞാൻ 2 പ്രാവശ്യം പോയി നോക്കിട്ട് വന്നു. അല്ലെ, ചോദിച്ചില്ലേ ഞാൻ? ഇപ്രാവശ്യം ബാറ്ററി പൊട്ടിത്തെറിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ബാറ്ററി ഓൺ ചെയ്യണം ആദ്യം, എന്നാലേ പൊട്ടിത്തെറിക്കൂ. ഓണാണോ? പറഞ്ഞ വാക്ക് എനിക്ക് പാലിച്ചേർന്നേ. പറയരുതായിരുന്നു പൊക്കോ. ചേച്ചി താങ്ക് യു ഗൈസ്, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, കാണാം. കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ. ഇത് കടലയല്ല, പരിപ്പ്. കടല വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞ പുള്ളിക്കാരൻ പരിപ്പ് മേടിച്ചോണ്ട് വരും. പരിപ്പ് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞ അപ്പൊ തന്നെ ബീഫും മേടിച്ചോണ്ട് വരും. ഈ മനുഷ്യന്റെ ഒരു കാര്യം, ഇതുപോലെ മറവിയുള്ള ഒരു മനുഷ്യൻ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. മറന്നുവോ പൂമകളെ, എന്നാണ് വിളിച്ചോണ്ടിരിക്കുന്നത്? എല്ലാം മറക്കുവാ നീ പഠിച്ചോ. മറവിയുടെ ഉസ്താദിന് പാടാൻ പറ്റിയ പാട്ട്. രാവിലെ തന്നെ എന്റെ നെഞ്ചത്തോട്ട് കയറാൻ നിൽക്കുവല്ലേ, കളിയാക്കാൻ നിൽക്കുവാണ്. എടി, എനിക്ക് ഇച്ചിരി മറവി രോഗമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പഴയതുപോലെയൊന്നും എല്ലാ അസുഖമൊക്കെ മാറി. ഇപ്പൊ ഞാൻ പക്ക അറിയാവോ? പക്ക നിങ്ങളവിടെ നോക്കിക്കേ. എന്റെ ബ്ലൗസ് എടുത്തിട്ടുള്ളൊക്കെ ബനിയനാന്ന് പറഞ്ഞു. മനുഷ്യന്റെ ഒരു കാര്യം, ഇതെന്തുവാ മനുഷ്യൻ മറവി കാരണം സംഭവിച്ചു പോയതല്ലേ? എന്തുവാ ഈ കയ്യിലും കുത്തി വരച്ചു വെച്ചേക്ക്? അതാണ് എന്റെ ഐഡിയ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മറവി ഉണ്ടാകുമല്ലോ. അപ്പൊ ചില വിശേഷ ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ മറക്കാതിരിക്കാൻ ഞാൻ അഡ്വാൻസ് ആയിട്ട് എഴുതി അങ്ങ് ചേർത്തേക്കുക. കറക്റ്റ് ആയിട്ട് അങ്ങ് വെക്കും. അതെ അതെ അതെ. ഞാൻ 2 ജോലി നിങ്ങളെ ഏൽപ്പിച്ചായിരുന്നു. നീ 2 ജോലി ചേർത്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ജോലി ഞാൻ പക്കയായിട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്. കയ്യിൽ നീ പറഞ്ഞ കാര്യം എഴുതി ചേർത്തിട്ടുണ്ട്. നീ എന്നെ ആദ്യം പറഞ്ഞത് അച്ഛന് ഷേവ് ചെയ്ത് കൊടുക്കണം, ആടിന് കാടിയും കൊടുക്കണം എന്ന് പറഞ്ഞു. ഇത് എഴുതി വെച്ചോണ്ട് ഞാൻ മറന്നിട്ടില്ല. കൃത്യസമയത്ത് ഇത് 2 ഞാൻ ചെയ്തിട്ടുണ്ട്, അറിയാവോ? കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അച്ഛന് കാടിയും കൊടുത്തു, ആടിന് ഷേവും ചെയ്ത് വെച്ചു. ആ ആടിനെ നിങ്ങൾ കാണുന്നുണ്ടോ? ഷാരൂഖ് ഖാനായിട്ട് ഇപ്പൊ നിൽക്കുന്നത്. നീ ആടിന്റെ മേലെ ചേരി നീ എന്നെ കൊഞ്ഞളം കാണിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ അത്ര ബുദ്ധിയില്ലാത്തവരൊന്നും അല്ല. നീ പക്ഷെ വലിയൊരു കാര്യം എന്നെ ഏൽപ്പിച്ചില്ലായിരുന്നോ? നിന്റെ വീട്ടിൽ നാളെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. നീ ഒരു നീണ്ട ലിസ്റ്റ് തന്നിട്ടുണ്ടോ? പറഞ്ഞ് എല്ലാരും വിളിച്ച് അറിയിക്കാൻ പറഞ്ഞു. ആ ലിസ്റ്റ് പ്രകാരം ഞാൻ എല്ലാരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നിന്റെ അനിയന്റെ സഞ്ജയനാണെന്ന്. എന്റെ അനിയന്റെ വെഡിങ് ആനിവേഴ്സറി അതും മറന്നോടെ കാലാന്ന്. 2 ഒന്നാടി. ഞാൻ കുറെ നാളായില്ലേ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ കുറെ നാളായില്ലടി. നരേ നാളെ നിങ്ങൾ നരേ എന്തോ ഈ നര തല കയറിയിരിക്കുന്നവളെ പിന്നെ എന്നതാടി വിളിക്കണ്ടേ? പറയടി നര. അന്ന് അങ്ങനെ നരയാണ് നിങ്ങൾ അങ്ങ് പോയി ഡൈ ചെയ്യും. ഡൈ അല്ല, നിന്നെ ഞാൻ ഡെഡ് ആക്കും. ഞാൻ കുട്ടി അടിച്ചു പിടിക്കും രമണി. എന്റെ ദൈവമേ, ഈ മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് 14 വർഷമായി. അയ്യോ, ഒരു കുഞ്ഞിക്കാലി കാണാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. അത് ശരിയാണല്ലോ. രമണി ഇങ്ങ് വന്നേടി. അതിനടി കുഞ്ഞിക്കാല് കാണാൻ പറ്റാത്ത നിങ്ങളുടെ ഈ മറവി. നീ അങ്ങനെ മറവിയെ കുറിച്ച് കൊച്ചാക്കിയൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. എന്റെ മറവി കാരണം നിനക്ക് ഗുണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അറിയാവോ? എന്ത് ഗുണം? എന്ത് ഗുണമെന്ന് 10-14 വർഷമായിട്ട് കെട്ടിച്ചിങ്ങോട്ട് വിട്ടപ്പോഴേ നിന്റെ അപ്പം പറഞ്ഞ ശ്രീധന കാശി എനിക്ക് ഇതുവരെ ഇവിടെ കൊണ്ട് തന്നിട്ടില്ല. അതെനിക്ക് ഇപ്പൊ കിട്ടണം. അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, എന്റെ അപ്പനോട് പോയി ചോദിക്കേ. അയ്യോ, നിന്റെ അപ്പനോട് ചോദിക്കാൻ വേണ്ടി ഞാൻ എല്ലാ ആഴ്ചയും ചെല്ലും. നിന്റെ അപ്പന്റെ മരമോന്ത കാണുമ്പോൾ ഞാൻ ചെന്ന കാര്യം മറന്നു പോകൂടി. എന്റെ കുഴപ്പമല്ലടി, എന്റെ കുഴപ്പാ. നിന്നെ ഈ വീട്ടിൽ വെച്ചോണ്ടിരിക്കുന്നത് എന്റെ കുഴപ്പം. നിന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കും. നിന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയാൽ നിന്റെ അപ്പം പൈസ ആയിട്ട് വരും. ഇറങ്ങടി എന്റെ വീട്ടിൽ നിന്ന്, ഇറങ്ങടി എന്റെ വീട്ടിൽ നിന്ന്. ഡാൻസ് കളിക്കുന്ന നിന്നെ ഞാൻ അടിച്ചിറക്കാവുന്ന നോക്കട്ടെ. നിന്നെ ഞാന്
രമണിയെ ഞാനടി ഇങ്ങനെ വന്ന് നിൽക്കുന്നത് നിന്റെ അടുത്ത്. ഞാൻ 1000 രൂപ ചോദിച്ചില്ലായിരുന്നു, ആ. അത് തരാനോടി വന്നതാണ്. അതാണ്, അത് പറയണ്ടായിരുന്നു. അളിയോ, നിക്കറിടാൻ മറന്നുപോയത് ഭാഗ്യം, അല്ലെങ്കിൽ 1000 രൂപ പോയേനെ. എടി പറടി, ഞാൻ എന്തിനാടി നിന്റെ അടുത്ത് വന്നിരുന്ന പറടി. അണ്ണാ ഞാൻ ഉള്ള കാര്യം പറയാം. അണ്ണൻ എനിക്കൊരു ഉമ്മ തരാൻ വന്ന. അതിനായിരുന്നു അത് നേരത്തെ പറയണ്ടി കള്ളി പെണ്ണെ. കിട്ടിയാ? സന്തോഷമായ? ഇവിടെ വാ, നീ എന്റെ അടുത്ത് വാ. തൃപ്തിയായ? ആയല്ലോ. എന്നാ ചേട്ടന് വിശക്കുന്നു, പെട്ടെന്ന് പോയി ചോറെടുത്ത് വെക്ക്. ഞാനിവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതെന്നാ? നിങ്ങളല്ലേ പറഞ്ഞ സുരേഷുമായിട്ട് പണി കഴിഞ്ഞ് വരുമ്പോൾ മീനും വാങ്ങിച്ചോണ്ട് വരാമെന്ന്. ഞാൻ ഉണ്ടാക്കില്ല ഇവിടെ. രമണി ഇങ്ങ് വന്നേ. ഈ സുരേഷിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ എന്തോ ഒന്ന് ഇവിടെ എങ്ങാണ്ട് എഴുതിയിട്ടായിരുന്നല്ലോ സുരേഷിന്റെ കാര്യം. നോക്കിയടി, നോക്കിയടി. സുരേഷ് കിണറ്റിൽ. അയ്യോ, പണി പാളി, മൊത്തം പൊളഞ്ഞു. എന്നാ പറ്റി? മൊത്തം പൊളിഞ്ഞിടി. എടി, ഞാനും സുരേഷും കൂടി രാവിലെ കിണറിന്റെ പണിക്ക് പോയതാണോ? കയറി കൂടി കെട്ടിയിറക്കി ഞാൻ അവനെ കിണറ്റിലിട്ട്. കയറും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നൊരു കേറ്റാൻ മറന്നുപോയിടി. എന്റെ ദൈവമേ, ഈ കാലമാണെന്റെ കാര്യം കൂടി തോട്ടിൽ എല്ലാം മറന്നേ മനുഷ്യനെ. നീ ഇപ്പൊ എന്നാ ചെയ്യും? ഞാൻ വിളിക്കാം, ഞാൻ മുതലാളിയെ വിളിച്ച് പറയാൻ. മുതലാളി വിളിച്ച് പറ. രമണി പറയില്ല, മുതലാളി വിളിച്ച് ഒട്ടും പറയരുത്. വീണ്ടും പണിവാളും. ഞാൻ കിണറിന്റെ പൈസ വാങ്ങാൻ മറന്നു പോകാതിരിക്കാനേ മുതലാളിയെ മോട്ടോർ പറിക്കാത്തിട്ട് പൂട്ടിയേക്കുവാടി. ദൈവമേ, ഈ മനുഷ്യന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റി. നീ എന്നാ ചെയ്യും? എന്നെ ചെയ്യും? എന്ത് ചെയ്യും മനുഷ്യന്? പറ. താക്കോല് തരാം. നീ താക്കോല് ഞാൻ പോയി തുറന്നു വിടാം. അണ്ണന് വിട്ടിരുന്നാ മതിയേ. വീണ്ടും പ്രശ്നമായി. എന്നാ? ആ താക്കോൽ ഞാൻ എവിടെ കൊണ്ടുവരുന്നു മറന്നുപോയിടി. ഓ, ഈ കാലമാണം കാരണം നാട്ടുകാർ നമ്മളെ തല്ലിക്കൊല്ലും. എന്താ എന്നാ ചെയ്യും? രമണി നിർത്ത. എല്ലാ പ്രശ്നത്തിനും ഞാൻ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടിട്ടുണ്ട്. എന്താ? അതായത് പറ. അതായത് ഇനി ക്ലൈമാക്സ് അടിക്കാനുള്ള ഒരു 5 ഡയലോഗ് ഞാൻ പഠിച്ചു വെച്ചിരുന്ന അതും ഞാൻ മറന്നുപോയിടി. എന്റെ എമ്പുരാനെ. എമ്പുരാനല്ലടി, മറവി തുടരും. ഈ സ്കിറ്റില് ഞാൻ കൂടുതലും രണ്ടുപേരും അടിപൊളിയായിരുന്നേ. പക്ഷെ ചേട്ടന്റെ പെർഫോമൻസ് കാണാൻ കുറച്ചുകൂടെ നല്ലതായിരുന്നു. ബിക്കോസ് ആദ്യം മുതലേ നമ്മള് ആ ചില ക്യാരക്ടേഴ്സ് വരുമ്പോൾ നമുക്ക് ഭയങ്കര കൗതുകം ഉണ്ടാവും. നമ്മുടെയൊക്കെ നാട്ടിലുണ്ടാവുന്ന ഒരു ചേച്ചിമാരെ പോലെ തന്നെയായിരുന്നു ചേച്ചി പെർഫോം ചെയ്തത്. അല്ല, ചേട്ടൻ പെർഫോം ചെയ്തത്. കാരണം എനിക്ക് മാറിപ്പോയി, അത്ര നാച്ചുറൽ ആയിട്ടായിരുന്നു കേട്ടോ. ഗംഭീരമായിരുന്നു. നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജ് ആണോ ഇത്? ഞങ്ങള് ഈ അമൃതയിലെ ആദ്യത്തെ സ്റ്റേജാണ്. ആണ്, ആദ്യമായിട്ടാണ് ഇവിടെ പെർഫോം ചെയ്തത്. അതിന് നല്ലൊരു കൈയടി. അപ്പൊ ഇതിനു മുമ്പ് എന്തായിരുന്നു ജോലിയായിട്ട് എന്നാ ചെയ്യുന്നത്? അല്ല, ഇതിനു മുമ്പ് ഞാൻ ആർട്ടിസ്റ്റ് ആയിരുന്നു. നോവിച്ചിന് അഖിലിനൊക്കെ എന്നെ അറിയാം. അലീന മനോജ് അണ്ണൻ ഭയങ്കര സീനിയർ ആണ്. അയ്യോ, ഭയങ്കര സീനിയർ. ഒരുപാട് കേരളത്തിലെ പ്രൊഫഷണൽ ഒരുപാട് ട്രൂപ്പില് കളിച്ച ആർട്ടിസ്റ്റാണ്. അത് മാത്രമല്ല ഓർഡിനറിയിൽ ഉഗ്രം ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല കുറെ സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നോവിച്ച. പണ്ട് ആനപ്പുറത്തിരുന്നെന്ന് പറഞ്ഞു, ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ അങ്ങനെയൊന്നുമില്ല, ഞാൻ നിർത്തി. അതുകൊണ്ടാ ഞാൻ 8 വർഷം ഗ്യാപ്പ് ഇട്ടേണ്ടി വന്നു. ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നങ്ങളല്ല, എന്റെ വീട്ടിലെ പ്രശ്നങ്ങളാണ്. കുടുംബ ഭാരാബ്ദം മൊത്തം എന്റെ തലയിലായിരുന്നു. അപ്പൊ ഞാൻ വേറൊരു ചാനലിൽ ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു, നോവിച്ച ഇങ്ങനെ ഇളയ മോള്, 2 പെമ്മക്കളാ, ഇളയ മോള് വയസ്സറിയിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഇതുപോലത്തെ ഇൻകം ഒന്നും അന്നില്ലല്ലോ. അപ്പൊ ഞാൻ അവിടെ നിന്ന് ചിന്തിച്ചു, ഒരു 4-5 വർഷം കൂടി നിന്ന് ചിലപ്പോൾ രക്ഷപ്പെട്ടില്ലെങ്കിലോ. ഈ തലവര പോലെയല്ലേ ഇരിക്കുന്നത്, 2 പിള്ളേരെ വെച്ചുള്ള പരിപാടി കളിയല്ലേ. അപ്പം അച്ഛൻ എന്താ ഉണ്ടാക്കിയെന്ന് നാളെ ഒരിക്കൽ ചോദിച്ചാൽ ഞാൻ തോറ്റുപോയി പോകേണ്ടി വരും. അപ്പൊ അത് കാരണം എനിക്ക് മുടിവെട്ടാ പണി. ഞാൻ പെട്ടെന്ന് ബാഗും തൂക്കി കലാരംഗം താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്ത്, 8 വർഷം മുമ്പുള്ള കഥയാണ്, സ്റ്റോപ്പ് ചെയ്ത് ഒരു കട വന്ന് ബ്യൂട്ടി പാർലർ വന്ന് നാട്ടിൽ വന്ന് തുടങ്ങി. ഇപ്പൊ 8ാമത്തെ വർഷമാണ്. ഈ 8ാമത്തെ വർഷം ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ട് വീട് സ്ഥലമില്ലാത്ത ഞാൻ 10 സെന്റ് സ്ഥലവും വാങ്ങിച്ചൊരു വീടും വെച്ച് ലോൺ എടുക്കാതെ എന്റെ 2 പെമ്മക്കളെയും പഠിച്ചു. BSc നേഴ്സാണ് രണ്ടുപേരും. മൂത്ത മോള് പാസ്സായി ജോലിക്കാരിയായി. ജോലിക്കാരിയായി കഴിഞ്ഞപ്പോ എന്റെ മക്കളെ 2 പേരും പറഞ്ഞു, അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയല്ലേ അച്ഛൻ കലാരംഗം കളഞ്ഞത്, അച്ഛൻ ഇനി പതുക്കെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ റീ എൻട്രി അമൃത എന്ന ഈ തട്ടകത്തിൽ തുടങ്ങുകയാണ്. എല്ലാവരും അനുഗ്രഹിക്കണം. ഇനി കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നെ പഴയ രീതി കാണല്ലേ. അലീന വേറെ സംഭവം അറിയോ? ഒരു കാലത്ത് പ്രൊഫഷണൽ മിമിക്രി ട്രൂപ്പില് മനോജന് വേണ്ടി പിടിയും വലിയായിരുന്നു. ആ ഓരോ ട്രൂപ്പിലെ ലീഡിംഗ് കൊമേഡിയൻ അദ്ദേഹത്തിന് അഡ്വാൻസ്. തിരുവനന്തപുരത്ത് വന്ന് ലീഡിംഗ് കൊമേഡിയനായിട്ട് 243 പ്രോഗ്രാം 6 മാസം കൊണ്ട് കളിച്ച ആളാ ഞാൻ ലീഡ് ചെയ്ത് കളിച്ച പ്രോഗ്രാം. പിന്നെ അണ്ണന്റെ മനോജന്റെ ഈ തെലുങ്ക് കഥാപ്രസംഗം അതിപ്പോ അമൃത ചാനൽ എന്റെ ഭാഗ്യത്തിന് കഴിഞ്ഞ ദിവസം ടെലികാസ്റ്റ് ചെയ്തു. അതിപ്പോ വൈറലായി, ഭയങ്കര ഹിറ്റാണത് തെലുങ്ക് കഥാപ്രസംഗം. പക്ഷെ തിരിച്ചറിയത്തില്ല, അന്ന് എനിക്ക് മീശയില്ലായിരുന്നല്ലോ. ഞാനാണ് തിരിച്ചറിയത്തില്ല. അതാവശ്യം ഇത്രയും വലിയൊരു മനുഷ്യന് മുന്നിൽ നിന്നിട്ടാ ഞാൻ ചോദിച്ചു, ചേട്ടാ ഇതിനു മുമ്പ് എന്നാ ചെയ്യുമായിരുന്നു?
ഇനി ചോദിക്കുമോ അങ്ങനെ? ഇല്ല ചോദിക്കില്ല. ഇല്ല, ഇനി ഒരിക്കലും ഞാൻ ചോദിക്കാല്ല. ഇപ്പൊ ഇനി എന്നെ വഴക്ക് പറയും. ഇനി മേലെ ഇങ്ങനെ കളിക്കരുത്, നന്നായിട്ട് കളിക്കണം എന്ന് പറയുന്നത്. ആ സ്പിരിറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ നിങ്ങളിപ്പോ തിരിച്ചു വന്നു, ഇത് തിരിച്ചു വരുമൊന്നും തോന്നണില്ല. അയ്യോ, ഭയങ്കര സ്മൂത്ത് ആയിട്ട് തന്നെയാണ് നിങ്ങൾ പെർഫോം ചെയ്ത്. ഇപ്പൊ നോബി പറയുന്നു നിങ്ങൾ ഇത്രയും വലിയൊരു സീനിയർ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞാല് നമ്മളല്ലേ ഉറക്കത്തിൽ എണീപ്പിച്ചാലും മുപ്പര് നന്നായി പെർഫോം ചെയ്യും. അത്ര കൂളായിട്ട് തന്നെയാണ്. നന്നായി ചെയ്തു, നല്ല പെർഫോമൻസ്. ആൻഡ് ഇനിയും എന്താ പറയാ, ഈ വേദിയല്ല എല്ലാ വേദികളും നിങ്ങൾക്ക് എന്താ പറയാ ഓപ്പൺ ആയിട്ട് ഇരിക്കുകയാണ്. വെൽക്കം ബാക്ക്. അത് മാത്രമേ ഉള്ളൂ. മനോജേട്ടനാണ് ശരിക്കും പറഞ്ഞ ഇപ്പൊ ഒരു ട്വിസ്റ്റ് നമുക്ക് തന്നേക്കുന്നത്. കാരണം എന്താ പറയുക, 8 വർഷത്തിന് ശേഷം ഞാൻ തിരുമ്പി വന്നിട്ടേ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ട്വിസ്റ്റ് കൊടുത്തേക്കുവാ. മനസ്സിലായില്ലേ? ഈ ട്വിസ്റ്റ് നമുക്ക് ഇനി കയറി പോവാന്ന്. തീർച്ചയായിട്ടും ഹാപ്പി അല്ലേ? ഹാപ്പി ആറായിട്ടില്ല. ബാറ്ററി അടിച്ചു പോയത് കയറിയോന്ന് അറിയണം. ചേട്ടൻ സ്ഥലം എവിടെയാ? ചങ്ങനാശ്ശേരിയാണ്. ചങ്ങനാശ്ശേരി എവിടെയാ? കിടങ്ങറ. കിടങ്ങറയ്ക്ക് ഇപ്പുറം പൂവാണ് ശരിക്കും. ആണ്. ഞാൻ സോണിച്ചാന്റെ കൂടെ കളിച്ചോണ്ടിരുന്ന. ഞാൻ എവിടെയോ കണ്ടിങ്ങനെ ഇങ്ങനെ ഇത് വേഷം വന്നപ്പോഴാ സോണിച്ചാനെ കളിച്ച് എനിക്ക് ഇങ്ങനെ കണ്ടോ എനിക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും സൂപ്പറായിരുന്നു. നമുക്ക് എന്തായാലും ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കാം. ഓക്കെ, ബാറ്ററി അവിടെ കേട്ടോ വരുന്നത്. പണമൊഴുകണ കടി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി ധൃതതും തനതാളത്തിൽ ഞാൻ 12,000 rupees ആണ് ക്രെഡിറ്റ് ആവാൻ പോകുന്നത്. അപ്പോൾ ബാങ്ക് ഓഫ് ബോംബെ ക്രെഡിറ്റ് ചെയ്തോളൂ. ക്രെഡിറ്റ് ആയിരിക്കാം. അപ്പൊ വീണ്ടും നമുക്ക് കാണാം. കണ്ടിരിക്കും മാത്രമേ ഉള്ളൂ. ഓക്കെ ചേച്ചി. ഗൈസ്, ഇനിയും ചിരിക്കാൻ റെഡിയാണോ? ഇവിടെ അൺലിമിറ്റഡ് ഫണ്ട് ആണെന്ന് ആളെ അറിയാലോ. അപ്പൊ നമുക്ക് ഒരു സ്കിറ്റും കൂടെ കാണാം. എങ്കിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിനെ നമുക്ക് ആസ്പദമാക്കിയിട്ടുള്ള ഒരു സ്കിറ്റ് കണ്ടാലോ? എന്താണ് വിഷയം? ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് റോഡ് പണിയുന്നു, അത് പൊളിയുന്നു, പണിയുന്നു, പണിയുന്നു, വീണ്ടും പണിയുന്നു, പശയിടുന്നു, ഒട്ടിക്കുന്നു, വീണ്ടും പൊളി. എങ്കിൽ നമുക്ക് ഇവിടെ ഒരു സ്കിറ്റ് കാണുന്നു, പൊളിയുന്നു. അത് പൊളിക്കുന്നു എന്നല്ല, നമ്മള് പൊളിയായിട്ട് പൊളിയില്ല, പൊളിക്കുന്നു. അതാണ് സ്കിറ്റ് കാണുന്നു, ചിരിക്കാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ ചിരിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ്. ശ്വേത ചേച്ചി, കാണാം ഒരു അടിപൊളി സ്കിറ്റ്. ഹലോ, വാട്ടർ അതോറിറ്റി അല്ലേ? അതെ, ഞാൻ ജോർജ് വലിയ കുഴി. ഗവൺമെന്റ് കോൺട്രാക്ടറാ. അല്ല, ഞാൻ ഒരു കാര്യം പറയാൻ വിളിച്ചു. നിങ്ങളെന്താ ഇങ്ങനെ പെരുമാറുന്നത്? എന്താണോ? ഞാൻ 1.5 മാസമായി പഞ്ചായത്തിന്റെ റോഡ് നല്ല ക്ലീൻ ആയിട്ട് പണിതിട്ടിരിക്കുക. പണിത് പിറ്റേ ദിവസം നിങ്ങൾ കുഴിക്കുന്നല്ലേ? നിങ്ങളെന്താ വന്ന് കുഴിക്കാത്തത്? അത് ശരിയായ നടപടിയില്ല. വന്ന് കുഴിക്കണം. ഇല്ലെങ്കിൽ എന്റെ പിള്ളേരും ഞാനും വന്ന് ഇന്ന് രാത്രി വന്ന് കുഴിക്കും കേട്ടോ. ശരി. പറഞ്ഞ പോലെ പണിക്കാരുടെ കാര്യം പറഞ്ഞു. ഇവിടെ എനിക്കൊരു പണിക്കാരനുണ്ടായിരുന്നല്ലോ. അവന്റെ പേരെന്ന ഒരു മുയലന്റെ പേരാ. ചേട്ടാ, നീ എവിടെയാണോ? ഞാൻ ചളി അടിക്കാണ് ചേട്ടാ. ചളി അടിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ വിടിഞ്ഞിട്ടുണ്ട്. നീ ഇങ്ങോട്ട് കേറുക. അതല്ല ചേട്ടാ, ഞാൻ റോട്ടിലെ ചളി അടിച്ചിട്ട് അവിടെ മിറ്റിലടിക്കണ്ടേ? ഇങ്ങോട്ട് പാടായിക്കോളൂ. എന്താ ചേട്ടാ? നീ ഇത് എവിടെ പോയി കിടക്കുവാടാ നീ? എന്റെ ചേട്ടാ, പണി എടുക്കണ്ട ചേട്ടാ. പണിയെടുത്തു. റോഡിന്റെ പണി കഴിഞ്ഞില്ലേ? ഈ സൈഡ് കോൺക്രീറ്റ് ചെയ്യണ്ടടാ. അതിന് സിമെന്റ് എത്ര, മണ്ണെത്ര, കൊട്ട എത്ര, ചട്ടി എത്ര എന്ന് അറിയണോ നിനക്ക്? അറിയില്ല ചേട്ടാ. അറിയില്ലെന്നോ? ഒരിയാ കരി ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചു കൊടുത്താ. അത് മുഴുവൻ തിന്നു കൊടുത്തോളാം. അതല്ല ചേട്ടാ, എനിക്ക് അറിയില്ല ചേട്ടാ. ഇത് അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. 5 ചട്ടി മണ്ണിന് 1 ചട്ടി സിമന്റ്, പിന്നെ 2 ചട്ടി സിമന്റ്. ഈടാ, 5 ചട്ടി മണ്ണിന് 2 ടീസ്പൂൺ സിമന്റ്. 2 ടീസ്പൂൺ അത്രയാകാവൂ. 1 ചട്ടി സിമന്റ് ഉണ്ടെങ്കിലേ എനിക്ക് 3.5 കിലോമീറ്റർ സൂപ്പറായിട്ട് എനിക്ക് കോൺക്രീറ്റ് ചെയ്യാം കേട്ടോ. നീ നശിപ്പിക്കാതിരിക്കാ. നീ എനിക്ക് കണക്കറിയില്ല ചേട്ടാ. നിനക്ക് കൂട്ടാൻ അറിയാവോ? എനിക്ക് ചപ്പാത്തിയും കിഴങ്ങേറും കൂട്ടാൻ അറിയാം ചേട്ടാ. തീറ്റി പാട്ടും തീറ്റി മാത്രം. ചേട്ടാ, കുത്തിക്കൊടലെടുക്കട്ടെ ചേട്ടാ? അത് ശരി. നീ എന്നെ കുത്തി കൊടലെടുക്കാൻ മതിയാ? അതല്ല ചേട്ടാ, റോഡ് പണിയാൻ കുട്ടിയും കൊടലിയും എടുക്കട്ടെ. അതൊക്കെ എടുക്ക. അത് കഴിഞ്ഞിട്ട് ഞാൻ സീടും ചേട്ടാ, സീടും. നീ വന്നേ ചേട്ടാ. നീ എന്താ പറഞ്ഞ? തീട് വന്നു. എന്നെ തീട് വന്നു. ജോർജ് സാറ് വിളിച്ചിട്ടുണ്ടെങ്കിൽ
നീ ഇവിടെ മുന്നിൽ വന്ന് നിൽക്കണം. ജോർജ് സാറ് പറയുന്നത് നീ അനുസരിക്കണം. അല്ലെങ്കിൽ ജോർജ് സാർ ആരാ നീ അറിയും. ഞാനാ ജോർജ് സാറ്. എന്താ ചേട്ടാ ഇത്? ചേട്ടാ ഞാൻ ടീ ഇടുന്നു പറഞ്ഞ ചേട്ടാ. സിനിമ കണ്ടോ അതിന്റെ ട്രെൻഡിലായി. ടീ എന്നാണ് പറഞ്ഞത് ചേട്ടാ. ഓ OTT അല്ല ചേട്ടാ, മധുരമില്ലാത്ത വിത്തൗട്ട് ചായ. നീ പോയി പണതേ. ചേട്ടാ സട്ടി പിടിച്ചേട്ടാ. ഏതാണ് സട്ടി പിടിച്ചേട്ടാ? ഒരു മിനിറ്റ്. ഷട്ടിയെ പിടിച്ചു. എന്തിനാണ് ഷട്ടിയെ പിടിച്ചത്? അതല്ല ചേട്ടാ, ഈ സട്ടി പിടിച്ചേട്ടാ. നിന്റെ ഷട്ടിയെ നീ പിടിച്ചോളാം, ഞാനാണ് പിടിക്കുന്നത്. അതല്ല ചേട്ടാ, ഈ സട്ടി പിടിച്ച് തലയിൽ വെക്ക് ചേട്ടാ. ഇത് പിടിക്കാനോ? ഇവൻ ഇവിടെ ഒന്നാമത് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാം. പാഗൽ. ഇതിന്റെ ഷട്ടിയല്ല, ചട്ടി ചട്ടി. ഇത് എവിടെ കൊണ്ടിരുന്നു സട്ടാ? അവിടെയും കൊണ്ടിരുന്നവേ. ശരി സട്ടാ. ഞാനല്ലല്ലോ. എന്റെ തല പിടിച്ചു വെച്ചിരുന്നു. ചേട്ടാ ഈ സട്ടി എവിടെ കൊണ്ട് അപ്പുറത്ത് കൊണ്ടുവരാ. ഓടാ ചേട്ടാ. നിക്ക എന്റെ കൈ ഊരിപ്പോട്ടെ. അല്ലാതെ ഒന്നും പറഞ്ഞ കാര്യമില്ല. ഹലോ ഹലോ, അതവിടെ വെച്ചാ മതി. താൻ എന്ത് പണിയായി കാണിക്കണത്? ഞാൻ ടാറിന്റെ പണിയല്ലേ കാണിച്ചോണ്ടിരിക്കുന്നത്. ആ ടാറുമാറായി. മനസ്സിലായില്ല എന്നാ തനിക്ക് ആര് പഞ്ചായത്തിന് അപ്രൂവൽ തന്നു? എനിക്ക് സെക്രട്ടറി. പഞ്ചായത്ത് പ്രസിഡന്റായ ഞാൻ നിൽക്കുന്ന സെക്രട്ടറി തനിക്ക് അപ്രൂവൽ തന്നോ? സാറ് സത്യമായിട്ടും പറയാം, പഞ്ചായത്ത് സെക്രട്ടറി എനിക്ക് അപ്രൂവൽ തന്നത്. എങ്കിൽ അപ്രൂവൽ കാണിക്കാൻ അപ്രൂവൽ പേപ്പർ കണ്ടിട്ട് പണിയെടുത്താ മതി. എനിക്ക് പണിയാൻ പറ്റും. അതെ, ഇത് അപ്രൂവൽ ഇല്ല, ഇത് എഴുതി വെച്ചിട്ടില്ല, നോട്ട് അപ്രൂവൽ. ഇത് അത് തന്നെ, നോട്ട് കൊടുത്തിട്ട് അപ്രൂവൽ ആക്കി. അതാ നോട്ട് അപ്രൂവൽ. അതാ സംഭവം. അത് ശരി. സാറേ ഈ പഞ്ചായത്ത് സെക്രട്ടറി ഇത് തുപ്പി വെച്ചിരിക്കല്ലോ, ഒപ്പിട്ട് വെച്ചിരിക്കുക. ഒപ്പ് വെച്ചാണല്ലേ? അതെ അതെ സാറേ. 28 വർഷമായി ഞാൻ ഈ സ്റ്റാറിന്റെ പണി തുടങ്ങിയിട്ട്. ഇതിനോടിടയ്ക്ക് കളിക്കാവുന്ന മുഴുവൻ വൃത്തികേടുകളും ഞാൻ കളിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ നടക്കുന്നതിനാ. ഈ ടാറിന്റെ പണി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയാലും ജോർജ് സാറെന്നും പഴയ ജോർജ് സാറായിരിക്കും. എന്താ സാർ ഇത്? അയ്യോ സോറി, ഞാൻ ആ സിനിമ കണ്ടിട്ട് മാറുന്നില്ല. ഒരു പണി പറയട്ടെ, ഏതായാലും തനിക്ക് അപ്രൂവൽ കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ റോഡിന്റെ പണി എപ്പോ തീരും? നല്ലൊരു കാറ്റും വെടിക്കൊട്ടൊരു മഴയും വന്നാൽ റോഡിന്റെ പണി ക്ലോസ്. അതല്ല ചോദിച്ചത്, ഈ റോഡിന്റെ വർക്ക് എപ്പോ തീർക്കാൻ പറ്റുന്നു? അയ്യോ അത് പാസ്സാകണ്ടേ ഫണ്ട്. ആ പണ്ട് പാസ്സായില്ല, അതാണ് ഈ റോഡ് പണിക്ക് ഇങ്ങനെ വന്ന് നിക്കണത്. ഇവിടെ പണ്ട് പഠിച്ചിരുന്നെങ്കിൽ പാസ്സായേനെ, മനസ്സിലായില്ലേ? പണ്ട് പാസ്സായില്ലെന്ന് ഇപ്പൊ പറഞ്ഞെന്താ കാര്യമുള്ളത്? ഫണ്ട് പാസ്സായ കാര്യമല്ല, പിന്നെ എനിക്ക് മണി ഫണ്ട് അത് പാസ്സായില്ലെന്ന്. ഓ ഫണ്ട് പാസ്സായില്ല. ഒരു മണിയായി പഞ്ചായത്ത് പ്രസിഡന്റ് വിചാരിച്ചാലും ഫണ്ടൊക്കെ പാസ്സാക്കി തരാൻ പറ്റും കേട്ടാ. അഡ്രസ് ഒന്ന് പറഞ്ഞേ. ജോർജ് വലിയ കുഴി. ആഹാ, പേര് തന്നെ ഒരു വലിയ കുഴി ഉണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ കോൺട്രാക്ടർ ആകും. അത് മനസ്സിലായി. കോൺട്രാക്ടർ ജോർജ് വലിയ കുഴി. ഈ കോൺട്രാക്ടർ എങ്ങനെ എഴുതുക? പഞ്ചായത്ത് പ്രസിഡന്റാ, കോൺട്രാക്ടർ എങ്ങനെ എഴുതുന്നു? ആദ്യം കോണെന്ന് എഴുതേ, എന്നിട്ടൊരു ട്രാക്ടറിന്റെ പടം വരച്ചു വെച്ചാൽ അപ്പൊ കോൺട്രാക്ടർ. കോൺട്രാക്ടർ. അപ്പൊ ഈ അഡ്രസ് വെച്ച് റെഡി ആയിക്കോളാം. അയ്യോ സാറേ, ഇത് ടാർ പൈപ്പൊക്കെ തീ പിടിച്ച്. ടാർ പൈപ്പൊക്കെ ഉരുട്ട് വരുന്നു. എന്റെ മോട്ടും എന്റെ പണിക്കാരനെ എന്നാണ് ഈ വെള്ളത്തി. ചേട്ടാ ഞാൻ അപ്പുറത്തെ വീട്ടിൽ വെള്ളം എടുക്കാൻ പോണ ചേട്ടാ. കുടിക്കാൻ വെള്ളം എടുക്കാം. അപ്പുറത്തെ വീട്ടിൽ വെള്ളം എടുക്കുമ്പോ ഇതുപോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകണം. ഞാൻ ഏത് വീട്ടിൽ പോയാലും ഇങ്ങനെ നല്ല ഡ്രസ് എടുത്തിട്ട് ചേട്ടാ പോവാറ്. വൃത്തിയുള്ളവനാ ചേട്ടാ. അതോ ഞാന് ഒരു 5 മിനിറ്റ് വൈകും ചേട്ടാ. എന്താണ് വൈകുന്നത്? എനിക്ക് മൂത്രം വെക്കണം ചേട്ടാ. പോയിട്ട് പോട്ടെ. മൂത്രം ഒഴിക്കണം, ഇങ്ങനത്തെ ആക്ഷൻ കാണിച്ചെന്താ? അവന് ചായ കുടിക്കണമെങ്കിൽ മൂത്രം ഒഴിക്കണോ, ഒറ്റ ആക്ഷൻ. അതുകൊണ്ടാണല്ലേ? അതെ, വേറൊരു കാര്യമുണ്ട്. ഇവനിങ്ങനെ ഡ്രസ് ചെയ്ത് പോകുന്ന കാര്യം എന്ന് അറിയോ? ആ വെള്ളം എടുക്കാൻ പോകുന്ന വീട്ടിൽ ഒരു വാണാലി പെണ്ണുണ്ട്. അവളാണെങ്കിൽ വെയിലും വിളിച്ച് അങ്ങനെ ഉള്ളിൽ ചാടാൻ വേണ്ടി ഇരിക്കുക. അപ്പൊ അവളുമായിട്ട് എന്തോ ചെറിയ ലൈൻ ഉണ്ടോ എന്ന് ചെറിയൊരു സംശയം. അത് അവനെ എപ്പോഴും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരു കാര്യം സാറിനോട് പറയാനുണ്ട്. പറഞ്ഞോളൂ. ഈ പഞ്ചായത്തിൽ വന്നിട്ട് സാറിനോട് എനിക്ക് പറയാൻ പറ്റിയില്ല. സാറിന്റെ പാർട്ടിയില്ലേ എനിക്കൊരു മെമ്പർഷിപ്പ്. എന്നാ സാറേ, എന്ത് പറ്റി? ഇന്നലെ മഴ കൊണ്ട് ഗോൾഡാണ് പണയം വെക്കാം, കളയരുത്. ജലദോഷം ഉണ്ടെന്ന്. ജലദോഷം. അപ്പൊ സാറേ, സാറിന്റെ ആ പാർട്ടിയില് എനിക്ക് ഒരു മെമ്പർഷിപ്പ് തരുമോ? തരണം, മെമ്പർഷിപ്പ് തരണം. എന്റെ മേലെ തേക്കണോ? അത് സാറിന്റെ മുഖിൽ നിന്ന് വന്ന, എന്റെ മുഖിൽ നിന്ന് വന്നല്ല.
മെമ്പർഷിപ്പ് വേണം എന്റെ പാർട്ടിയിൽ വേണം. അല്ലേ? നമുക്ക് ഒന്നിച്ചതേ പൊളിച്ചെടുക്കാം. അഴിമതിയും അനീതിയും നടത്തുന്ന തനിക്ക് എന്റെ പാർട്ടിയിൽ മെമ്പർഷിപ്പ് തരില്ല. ഉറപ്പ്. അത് വരാൻ പറ്റൂല. ആവർത്തനം എന്നോട് പറയരുത്. ഞാൻ അനീതി എവിടെ കേട്ടാലും ഞാൻ വളരെ ശബ്ദം ഉയർത്തുന്നു. അനീതിക്കെതിരെ അനീതി എവിടെ കേട്ടത് ശബ്ദം ഉയർത്തും. അങ്ങനെ ശബ്ദം ഉയർത്തും. ആണോ? ആ അനീതി എന്താണ് ഈ കാണിക്കണത്? ഞാൻ പറഞ്ഞല്ലോ അനീതി കേട്ട ശബ്ദം ഉയർത്തും. ഓരെങ്കിൽ ഇനി വെക്കാം. മതി. മേടിച്ചു പോയി. ഈ വലിയ കുഴി എവിടെയാ? വലിയ കുഴി ഇവിടെ ചെറിയ കുഴിയുള്ളൂ. ആ വലിയ കുഴി അവിടെ. അയ്യോ ചേട്ടാ, ആ കുഴിയല്ല, ഈ റോഡിന്റെ ഒക്കെ കോൺട്രാക്ട് വർക്ക് എടുത്തൊരു വലിയ കുഴി. ആ ജോർജ് വലിയ കുഴി ഞാനാണ്. എന്താ കൂട്ടി? അയ്യോ ചേട്ടനായിരുന്നോ? ഞാനേ ചേട്ടനൊന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്നെ എന്തിനാ കാണുന്നത്? അല്ല, ഇന്ന് എന്റെ കല്യാണായിരുന്നു. കല്യാണം വിളിക്കാൻ വന്നാ? അയ്യോ വിളിക്കാൻ വന്നതല്ല, എന്റെ കല്യാണം മുടങ്ങി. ആ സന്തോഷം പറയാൻ വേണ്ടി വന്നതാ. ഭ്രാന്താണോ? കല്യാണം മുടങ്ങി സന്തോഷിക്കുന്നു കിടന്നോണ്ട്. ചേട്ടാ, എനിക്ക് ഈ കല്യാണത്തിന് വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ എന്റെ ഈ കല്യാണം മുടങ്ങാൻ കാരണം ചേട്ടന്റെ ഈ റോഡ് പണിയാണ്. അതെങ്ങനെ? ചേട്ടാ, ഈ റോഡിന്റെ അപ്പുറത്തുള്ള കുന്നില്ലേ, അതിന്റെ മുകളിലാണ് എന്റെ വീട്. അപ്പൊ കല്യാണം ചെറുക്കെ എന്റെ കഴുത്തിലോട്ട് ഇങ്ങനെ താലി ചാർത്താൻ പോയപ്പോ ആ വീടും കുന്നൊക്കെ കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ്. ചെറുക്കനോ? ചെറുക്കൻ ആ മണി കൂടി ഉരുണ്ട് പോണ കണ്ടിട്ട്. ചേട്ടാ, എന്നാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ചേട്ടൻ ഒരാള് കാരനാണ് എന്റെ കല്യാണം മുടക്കി തന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പോയിച്ചു വരാം. ശരി മോളെ പോകൽ ഒരു കാര്യം. അല്ല, കല്യാണം മുടങ്ങിയല്ലോ, ഇനിയും ഒരു കല്യാണം കഴിക്കണ്ടേ? എനിക്ക് വേറെ ലൈൻ ഉണ്ട്. കണ്ടോ, ഇതാണ് ചിലപ്പോൾ ചിലർക്ക് ചില പ്രകൃതി ദുരന്തങ്ങൾ വളരെയേറെ ഉപകാരം ഉണ്ടാക്കും. മണ്ണിടിച്ച് വീട്. ഇപ്പൊ നേരത്തെ പറഞ്ഞത് ഏകദേശം കറക്റ്റായി. ചിലപ്പോ ചില പ്രകൃതി ദുരന്തങ്ങൾ ചിലർക്കല്ല പലർക്കും ഉപകാരമായി തീരാറുണ്ടെന്ന്. അണ്ണാ, എനിക്ക് ഇപ്പൊ മണ്ണപ്പം ചൂടണം. മണ്ണപ്പം അയ്യോ, റിലേ പോയി കിടക്കാണ്. പേടിക്കണ്ട, ഇപ്പൊ ജോർജ് സാറ് പഴയ ജോർജ് സാറല്ല. പ്രേക്ഷകരെ, അങ്ങനെ മറ്റൊരു എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. പക്ഷെ അതിനു മുമ്പ് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഒരു വൈൻഡപ്പ് പാട്ട് ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നു. ഓലക്കിളിയുടെ നാടൻ പാട്ടുണ്ട്, വൈൻഡപ്പിൽ ഇപ്പോൾ പാടി പാടി അടിച്ചു പൊളിക്കാലോ. ഓലക്കിളി തകർക്കാൻ റെഡിയല്ലേ? തുടങ്ങിയപ്പോ ഭജനയായിരുന്നു, അപ്പൊ നമ്മളെല്ലാം ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. പക്ഷെ അതല്ല, അളിയന്മാരുടെ കയ്യിൽ വേറെ ഐറ്റം ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. വൈബാക്കാൻ റെഡിയാണോ? ഒന്നും കൂടെ റെഡിയാണോ? എങ്കിൽ പൊളിച്ചോ. The stage is all yours. Music. കന്നിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരേ, മാമ്പഴമാകട്ടേന്ന്. കന്നിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരേ, മാമ്പഴമാകട്ടേന്ന്. കന്നിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരേ, മാമ്പഴമാകട്ടേന്ന്. വെള്ളയുള്ള മിന്നുന്ന പവാട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ പുന്നാരേ, എത്ര ഞാൻ വാങ്ങി തന്നു. ആ വെള്ളയുള്ള മിന്നുന്ന പവാട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ പുന്നാരേ, എത്ര ഞാൻ വാങ്ങി തന്നു. കന്നിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ
മാമ്പഴമാകട്ടേന്ന് എന്റെ മുന്നാരെ മാമ്പഴമാകട്ടേന്ന്. അമ്മായിടെ മോളെ ഞാൻ നിക്കാഹു ചെയ്തി കാകെ കുഴപ്പത്തിലായി. അവൾ കാലത്തേനിക്കുള്ള മുറ്റമടിക്കുള്ള വല്ലും കൂടി തേക്കുള്ള നേ. അമ്മായിടെ മോളെ ഞാൻ നിക്കാഹു ചെയ്തി കാകെ കുഴപ്പത്തിലായി. അവൾ കാലത്തേനിക്കുള്ള മുറ്റമടിക്കുള്ള വല്ലും കൂടി തേക്കുള്ള നേ. മുറ്റമടിക്കാനായി ചൂലെടുത്താൽ അവൾ നടന്നോണ്ടുറങ്ങും ശൈത്താൻ. മുറ്റമടിക്കാനായി ചൂലെടുത്താൽ അവൾ നടന്നോണ്ടുറങ്ങും ശൈത്താൻ. തല്ലാനോ പാടില്ല കൊല്ലാനോ പാടില്ല മാമാന്റെ മോളായിപ്പോ. തല്ലാനോ പാടില്ല കൊല്ലാനോ പാടില്ല മാമാന്റെ മോളായിപ്പോ. അമ്മായിടെ മോളെ ഞാൻ നിക്കാഹു ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി. അവൾ കാലത്ത് എണീക്കൂല മുറ്റമടിക്കൂല വല്ലും കൂടി തേക്കൂല നേ. ൊപ്പം ഒളിച്ചു ചാടിയ തങ്കമ്മേ വരത്തും മാറ്റിനൊടുക്കം കിട്ടിയോടി തങ്കമ്മേ. വരത്തന്റെ ഒപ്പം ഒളിച്ചു ചാടിയ തങ്കമ്മേ നിന്റെ വരക്കം മാറ്റിനൊടുക്കം കിട്ടിയോടി തങ്കമ്മേ. അടിയാണിന്റെ മനം കാക്കണതാരടി തങ്കമ്മോ. അതി വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ. അടിയാണിന്റെ മനം കാക്കണതാരടി തങ്കമ്മോ. അതി വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ. വരുത്തന്റെ ഒപ്പം ഒളിച്ചു ചാടിയ തങ്കമ്മേ നിന്റെ വരക്കം മാറ്റിനൊടുക്കം കിട്ടിയോടി തങ്കമ്മേ.